ആറുസ് എങ്ങോട്ടായി ധൃതിക്ക്? എന്താളിയാ? എങ്ങോട്ടാണ് ഇത്ര ധൃതിക്ക്? ആറുസേ സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതലേ ഞാൻ പറയുവാ 2 ചോക്ലേറ്റ് ഉണ്ട്, കഴിച്ചോ. എനിക്ക് വേണ്ട. വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ കേശുവട്ടം കഴിക്കും, പിന്നെ തന്നില്ലാതെ എന്റെ അടുത്ത് പരാതി പറയും. എനിക്കൊന്നും വേണ്ട, കേശുവണ്ണ തന്നെ കൊടുത്തോ. ഉറപ്പാ? ഉറപ്പാ. ഇത് വിഷയമാണല്ലോ. യാറൂസ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ്. ഒന്ന് പോകുന്നുണ്ടാളിയാ? എന്റെ പാറുമോളോ? എന്റെ പൊന്നുമോള് സ്കൂളിൽ പോയതിനു ശേഷം ചേട്ടാ ഇന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്റെ കുഞ്ഞിനെ കാണാനില്ലല്ലോ, എന്റെ കുഞ്ഞിനെ കാണാനില്ലല്ലോ, എന്റെ കുഞ്ഞിനെ കാണാനില്ലല്ലോ. എന്റെ മോനെ വന്നല്ലോ. ചേട്ടന് ശരിക്കും വിഷമായോ? പിന്നെ വിഷമായി മക്കളെ. അങ്ങനാണെങ്കിലേ ഞാൻ ഇനി സ്കൂളിലോട്ട് പോകുന്നില്ല, ചേട്ടൻ്റെ കൂടെ തന്നെ നിക്കാം. അയ്യോ എന്റെ പൊന്നോട് ആയിരം മക്കളെയാ കുഞ്ഞി പോകുന്നില്ലെന്ന്. നിന്നെ ശനി ഞായറും കൂടെ ട്യൂഷൻ വിട്ടാലോ ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുക. അളിയ ശനി ഞായറും പോരാ, എല്ലാ ദിവസവും 1 മണിക്കൂർ ഇവർക്ക് സ്പെഷ്യൽ ക്ലാസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്കൂളിൽ തന്നെ താമസിക്കാം, ഇങ്ങോട്ട് വരുന്നില്ല. കൊള്ളാമല്ലോ, നല്ലൊരു പ്ലാൻ ആണല്ലോ. നല്ല ഐഡിയ. ഞാൻ പോയി സംസാരിക്കട്ടെ? ചേട്ടാ, ഞാൻ ചേട്ടന്റെ കുഞ്ഞനിയത്തിയാ, കുറച്ചെങ്കിലും സ്നേഹം വേണം. തന്നെ മക്കളെ തന്നെ, നീ എന്റെ കുഞ്ഞനീത്തിയാണ്. പക്ഷേ ഈ പഠിക്കുന്ന കാര്യത്തിലുള്ള കുറച്ചാ സ്നേഹം ഉണ്ടല്ലോ, അതില്ല കേട്ടോ. അങ്ങ് പഠിച്ചാ മതി. അയ്യടാ അല്ലയോ, എന്താണ് ഈ കലിപ്പിന്റെ ഉറവിടം? എന്താ ഉറവിടം അറിയത്തില്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോ പോലെ മുട്ടൻ കലിപ്പില്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴല്ല. അങ്ങനെ വരട്ടെ. അല്ലയോ, ഇത് മിക്കവാറുമേ ടീച്ചർ എന്തേലും ചോദ്യം ചോദിച്ചാണ്. എവിടെ പഴം വീങ്ങോട് നിന്നാണ്. പാറു, സ്കൂളിൽ എന്നெல்லாம் വിശേഷംപാ? ഞാൻ തൃശ്ശൂർ പൂരം കാണാൻ പോയതൊന്നല്ല വിശേഷം പറയാൻ, ഞാൻ സ്കൂളിലാ പോയത്. സ്കൂളിലെന്താ വിശേഷം? ഓരോന്ന് പഠിപ്പിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു, ഓരോന്ന് പഠിപ്പിക്കുന്നു, ചോദ്യം ചോദിക്കുന്നു. ബോറ് പരിപാടി. ഓ, അപ്പൊ ടീച്ചറിന്റെ 4 കിട്ടിയല്ലേ? എവിടെ കിട്ടിയേ? ചേട്ടൻ കണ്ടാ എന്നെ അടിക്കുന്നത്? എന്താടാ കാര്യം? എന്തുവാ കാര്യം കൊച്ചുമോള് പറയണ്ടേ? ചോദിച്ചു എന്താക്കളെ? ചേട്ടാ, ചേട്ടനൊന്ന് പോവാവോ? ഞാൻ പോവാനോ? ഞാൻ ഇവിടെ പോയി. ഞാൻ എന്ത് തളയ എന്ത് തളയത്? അളിയാ, ഞാൻ 2 ചോക്ലേറ്റ് കൊടുത്തിട്ട് വേണ്ടാന്ന്. വേണ്ടാന്നോ? പിന്നെ വേണ്ട, ഇങ്ങട്. ഞാൻ പറഞ്ഞ വേണ്ടെന്ന്. അളിയനാ മിഠായി തന്നെ, എനിക്കൊക്കെ വേണം. മകളെ ഒരു കാര്യം ചെയ്യാത്ത എന്നിട്ടേ കുളിച്ചിറങ്ങിട്ട് വെള്ളം തിന്ന്, എന്നിട്ട് ഹോംവർക്ക് ചെയ്യാൻ നോക്കും. അതൊക്കെ ഞാൻ രാത്രി ചെയ്തോളാം. രാത്രി ചെയ്താൽ പോരാ, ലച്ചേച്ചിയുടെ സ്പെഷ്യൽ ഓർഡർ ഉണ്ടേക്കരെ. നീ വന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ ഹോംവർക്ക് ആയിട്ട് നിന്നെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതിയെന്ന്. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കൂല അല്ലേ? കുറച്ച് കഴിയുമ്പോഴേ നല്ലൊരു തരത്തിൽ ജീവിക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഈ പറയണത് കേട്ടാ. അതൊക്കെ എന്റെ കൊച്ചു പഠിച്ചോളൂ. മക്കള് വാ വാ, എന്റെ പൊന്നോളൂ. വാ, നമുക്ക് ഡ്രസ്സൊക്കെ മാറി പഠിക്കാം. പിടിച്ച് എനിക്ക് ഇത്രയും കൊല്ലമായിട്ട് മനസ്സിലാവാത്ത ഇതാണ്. അതായത് ഈ അച്ഛനമ്മമാരായിരിക്കുന്ന സമയത്ത് അവര് പിള്ളേരെന്തായാലും ചെറിയ തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ പഠിക്കാന്നില്ലെങ്കിലോ ഭയങ്കരമായിട്ട് വഴക്ക് പറയും, പറഞ്ഞല്ലേ? അതേ സ്ഥാനത്ത് അവർ ഈ അമ്മൂമ്മയും അപ്പൂപ്പനും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതായത് കൊച്ചുമക്കളോട്, അയ്യോ മക്കള് പഠിച്ചോളൂ എടാ, എന്റെ മക്കളെ എന്തിനാ അടിക്കുന്നേ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. എന്തെളിയാ അങ്ങനെ? അളിയാ, നമ്മളെ വളർത്തി വലുതാക്കി കഴിയുമ്പോഴേ മാതാപിതാക്കൾക്ക് മനസ്സിലാവും ഈ വടക്ക് പറച്ചിലും ഉപദേശത്തിലൊന്നും ഒരു കാര്യമില്ല. അപ്പൊ പിന്നെ കൊച്ചുമക്കളോട് ഈ ദേഷ്യവും വാശിയൊന്നും കാണിക്കാൻ നിൽക്കത്തില്ലല്ലോ, ഉള്ളി സ്നേഹം. അത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ? വേണ്ട, കുറച്ചൊരു ചെറിയ